തിരുവനന്തപുരം മലയൻകീഴ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് നമുക്ക് ഒരു പുതിയ വീട്ടിൽ ഒരു ഇൻവെർട്ടർ സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അതും ഇൻബിൽട്ട് ലിഥിയം ബാറ്ററി ഉള്ള ഇൻവെർട്ടറാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആഗസ്റ്റ് 15-നാണ് എൻ്റെ ഹൗസ് വാമിങ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഇൻവെർട്ടർ അവിടെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചാണ്. അങ്ങനെ നമ്മൾ തിരുവനന്തപുരം മലയൻകീഴ് എത്തിയിട്ടുണ്ട്. ഇതാണ് ആ വീട്. ഞാൻ പറഞ്ഞിരുന്ന ആ വീട്ടിലേക്ക് നമ്മുടെ ആ ഒരു ഇൻവെർട്ടർ നമ്മൾ അകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ വാരിയർ എന്ന് പറയുന്ന കമ്പനിയുടെ ലിഥിയം ഇൻബിൽറ്റ് ആയിട്ടുള്ള HBM 3000 എന്ന് പറയുന്ന ഒരു മോഡൽ 3 kV ഇൻവെർട്ടർ ആണ്. അതുപോലെ 24 വോൾട്ട് 100 AH ആണ് ഇതിന്റെ ബാറ്ററിയുടെ കപ്പാസിറ്റി പറയുന്നത്. 2400 വാട്ട്സ് ആണ് അതിന്റെ ലോഡിംഗ് കപ്പാസിറ്റി. അപ്പോൾ ഈ ഒരു പാക്കറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പുറത്ത് തന്നെ കമ്പനി പല വിധമായിട്ടുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു പ്രൊഡക്റ്റിന്റെ പല രീതിയിലുള്ള കാര്യങ്ങൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. 5 വർഷം വാറണ്ടിയാണ് കമ്പനി ഇന്ന് തരുന്നത്. അപ്പോൾ ഇൻബിൽട്ട് ലിഥിയം ബാറ്ററിയാണ് 24 വോൾട്ട് 100 AH. അത്യാവശ്യം നല്ലൊരു ബാക്കപ്പ്, അതായത് ഒരു 2.5 യൂണിറ്റ് ബാക്കപ്പ് നമുക്ക് ഇതിനകത്ത് കിട്ടും. അപ്പോൾ ഇതിന്റെ മോഡൽ നമ്പർ എന്ന് പറഞ്ഞാൽ HBM 3000 എന്നാണ് ഇതിന്റെ ഒരു മോഡലിൽ കൊടുത്തിരിക്കുന്നത്. 4 ലൈൻ ഡിസ്പ്ലേ ഉണ്ട്. അതുപോലെ തന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് KCB ലൈനൊക്കെ ചാർജിങ് വേണ്ടെന്ന് വെച്ചാൽ ഓഫ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിന് ഏകദേശം വെയിറ്റ് വരുന്നത് 41 കിലോ ആണ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിന്റെ പാക്കറ്റിന്റെ പുറത്ത് തന്നെ കമ്പനി വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലേ, ഏകദേശം നമുക്ക് ഒരു ടവർ കണക്ക് ഏത് സ്പേസിലും അത് തന്നെ നിങ്ങളുടെ എവിടെയും കൊണ്ട് വെക്കത്തക്ക രീതിയിലുള്ള ഒരു ബോഡി നിർമ്മിച്ചിരിക്കുന്നുണ്ടോ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് നമുക്ക് ഇതിന്റെ ബാറ്ററിയുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണുവാനൊക്കെ ആയിട്ട് BMS നമ്മുടെ മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ബാറ്ററിയുടെ സെല്ലിനെ കുറിച്ചും. അപ്പോൾ ഈ ഒരു പാക്കറ്റ് പൊട്ടിച്ച സമയത്ത് ആ ഒരു വീട്ടിലെ മോള് വന്നിട്ട് ഈ ഒരു ഇൻവെർട്ടറിനെ കുറിച്ചൊക്കെ നോക്കുകയാണ്, എന്താണ് സംഭവം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാഴ്ചകളൊക്കെയാണിത്. അപ്പോൾ ആ കുഞ്ഞിന് കണ്ടപ്പോൾ വളരെ രസമായിട്ട് തോന്നി. അത് ഞങ്ങളോടൊപ്പം തന്നെ പാക്കറ്റൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് അത് കൂടെ നിൽക്കുന്ന ഒരു വീഡിയോ ആണിത് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. പാക്കറ്റൊക്കെ എന്നിട്ട് പൊട്ടിച്ച് നല്ലപോലെ തന്നെ റാപ്പ് ചെയ്ത് പ്ലാസ്റ്റിക്കിൽ നല്ലവണ്ണം പൊതിഞ്ഞ്, അതായത് സ്ക്രാച്ചോ മറ്റു കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി കമ്പനി നല്ലവണ്ണം തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ഒക്കെ പൊട്ടിച്ച് കഴിയുമ്പം നമുക്ക് ഏകദേശം ഇതിന്റെ സൈഡിലുള്ള കാര്യങ്ങളൊക്കെ, അതായത് 2 വെന്റിലേഷൻ കൂളിംഗ് ഫാനിന്റെ ആ ഒരു പൊസിഷൻ അവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അതിന്റെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു MCB പ്രൊട്ടക്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 6 ആംപിയർ പ്ലസ് 16 ആ ഒരു രീതിയിൽ നമുക്ക് സോക്കറ്റും അവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് 3 സ്വിച്ചാണ് ആ സൈഡിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതായത് ഒന്ന് നമുക്ക് BMS ഓൺ ചെയ്യാനുള്ള ഒരു സ്വിച്ച് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് KCB ലൈന് ചാർജിങ് ഓഫ് ചെയ്ത് വെക്കാനുള്ള സ്വിച്ച് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് പറഞ്ഞാൽ UPS മോഡ് നമുക്ക് ഓൺ ചെയ്യാനുള്ള ആ ഒരു സിസ്റ്റം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാവല്ലോ, ഇത് ഏതൊരു കുഞ്ഞു പൈതലിന് പോലും ഉരുട്ടിക്കൊണ്ട് നടക്കാം എന്ന രീതിയിലാണ് കേട്ടോ. ഇതൊരു ട്രോളിയിലാണ്, അടിയിൽ 4 വീലുള്ളത് കൊണ്ട് ഈ ഒരു മുതലെന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊണ്ടുപോകാം. സാധാരണ നമ്മുടെ ഇൻവെർട്ടറൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ വയ്ക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിനൊക്കെ മെയിൻ്റെനൻസ് ഒക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ പൊക്കിയെടുക്കാനൊക്കെ. ഇത് കണ്ടോ, വാരിയർ ഇറക്കിയിരിക്കുന്ന ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ട്രോളിയൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഇറക്കിയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട്, അതായത് എവിടെ വേണേലും കൊണ്ട് വയ്ക്കാം. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. എന്നായത് പറഞ്ഞാൽ 16 സോക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ താഴെ നമുക്ക് ബാറ്ററിയുടെ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. അത് എന്തിനാന്ന് ചോദിച്ചാൽ നമുക്കിത് ഒരു MPPT വെച്ചിട്ട് സോളാറിലേക്ക് ഇത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഗുണമുണ്ട്. KCB ചാർജിങ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ട് ഒരു ഗുണമുണ്ട്. നമുക്ക് സോളാറിൽ ഉപയോഗിക്കാം, ഇൻവെർട്ടറായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പം ഇവിടെ സോളാറൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഇൻവെർട്ടറിൽ തന്നെയാണ് ഇത് ചാർജിങ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു നമ്മുടെ വാരിയർ എന്ന് പറയുന്ന ആ ഒരു കമ്പനിയുടെ ലിഥിയം ലയോൺ എന്ന് പറയുന്ന ആ ഒരു മോഡലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. 3 kV ആണ് കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്, ലുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഇട്ട വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഈ ഒരു വീട്ടിലെ സാറ് എന്നെ വിളിച്ചു കഴിഞ്ഞ് സാർ എന്നോട് പറഞ്ഞാൽ ഇത്ര വാട്ട്സ് നമുക്ക് ലോഡൊക്കെ ഉണ്ട്, നമ്മുടെ വീട്ടിലെ ലോഡും കാര്യങ്ങളൊക്കെ ഏകദേശം പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഏകദേശം ഒരു 2.5 യൂണിറ്റോളം സ്റ്റോറേജ് ഉള്ളൊരു ബാക്കപ്പാണ് വേണ്ടത് എന്നുള്ളത് എനിക്ക് മനസ്സിലായതുകൊണ്ട് നമ്മൾ ഇതുപോലൊരു സിസ്റ്റമാണ് സജഷൻ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇതെന്തുകൊണ്ടും അത്യാവശ്യം ഒരു 12 മണിക്കൂർ കറണ്ട് ഇല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ ഒരു മുടക്കം കൂടാതെ ഓടും എന്നുള്ളത് നല്ല വ്യക്തമായിട്ടുണ്ട്. കാരണം 2.5 യൂണിറ്റ് തന്നെ സ്റ്റോറേജ് ഉണ്ട്. ഇപ്പോൾ ഇത് വെക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ സ്റ്റെയർ കേസിന്റെ അടിയിലേക്കാണ് ഇത് വെക്കുന്നത്.
അപ്പോൾ ഇത് അവിടെ വെക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്താണെന്ന് ചോദിച്ചാൽ ഈ ട്രോളി ഉള്ളത് കൊണ്ട് നമുക്ക് ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. അത് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സിസ്റ്റം ഓൺ ആയിട്ട് വരും. അതുപോലെ തന്നെ ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് മൊബൈൽ ആപ്പ് ആ ഒരു നമ്മുടെ കാറ്റലോഗിനകത്ത് തന്നെ QR കോഡ് കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ഇതുമായിട്ട് ബ്ലൂടൂത്ത് കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ജസ്റ്റ് ഓൺ ആക്കിയതേ ഉള്ളൂ. ഓൺ ആക്കിയപ്പോൾ നമുക്ക് ആ ഒരു 4 ലൈൻ ഡിസ്പ്ലേ നമുക്ക് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചാർജിങ് ഏതിലാണ്, സോളാറിലാണോ, ഇലക്ട്രിക്കലാണോ, പിന്നെ ഏത്, അതുപോലെ തന്നെ ബാറ്ററിയുടെ ചാർജ്, അതുപോലെ തന്നെ പല കാര്യങ്ങളും ഇതിനകത്ത് കാണും. അതുപോലെ കറണ്ട് പോകുന്ന സമയത്താണ് നമുക്ക് അതിൻ്റെ ലോഡ് എത്ര പെർസെൻറ്റേജ് ലോഡുണ്ട്, പിന്നെ എത്ര സമയമായി ഈ ഒരു കറണ്ട് പോയിട്ട് നമ്മൾ എത്ര സമയം കൊണ്ട് ഇൻവെർട്ടർ ഉപയോഗിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസുകളൊക്കെ ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ മെയിൻ ഡിസ്പ്ലേ വരുന്നത് പറഞ്ഞാൽ മെയിൻസ് ഉണ്ട്, മെയിൻസിൻ്റെ ഇൻഡിക്കേറ്റർ ഉണ്ട്, സോളാറിലാണെങ്കിൽ സോളാറിൻ്റെ ഇൻഡിക്കേറ്റർ ഉണ്ട്, ബാക്കപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ബാറ്ററി ലോ ഉണ്ട്, അതുപോലെ തന്നെ ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേറ്റർ ഉണ്ട്. അങ്ങനെയുള്ള കുറേ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും ഒക്കെ അതിനകത്തുണ്ട്. ഇതിൻ്റെ സൈഡിൽ MCB ഉണ്ട്, പ്രൊട്ടക്ഷൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഇവിടെ വയറിങ് കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പ്ലഗ് ചെയ്യുക എന്നുള്ളൊരു ജോലി മാത്രമായിരുന്നു നമുക്കുള്ളത്. അപ്പോൾ ഇത് കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. കാരണം ഇതിനടിയിൽ 4 വീലും കൂടെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യാം എന്നുള്ളത് വളരെ എളുപ്പമായിട്ട് നല്ല സ്മൂത്തായിട്ട് നീങ്ങും കേട്ടോ. അതിൻ്റെ ഇതിനടിയിൽ ട്രോളി കണ്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ വാരിയറിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. ഏകദേശം ഒരു 60 സെൻറ്റിമീറ്ററോളം നമുക്ക് ഹൈറ്റ് വരും. അത്യാവശ്യം എവിടെ വേണമെങ്കിലും, അതായത് ഒരു നമ്മുടെ കബോർഡിനകത്തോ എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുവയ്ക്കാം. അത്യാവശ്യം ഒരു എയർ പാസ് ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ടായിരിക്കണമെന്നുള്ളൂ. കാരണം ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 2 വെന്റിലേഷൻ ഫാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ മെയിൻ സോണിൻ്റെ ഇപ്പോൾ നമ്മൾ ചാലുവാക്കിയപ്പോൾ മെയിൻ സോൺ വന്നു. അതുപോലെ തന്നെ ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേറ്റർ ഉണ്ട്. അതുപോലെ തന്നെ പവർ ഓഫ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ബാക്കപ്പിൻ്റെ ഇൻഡിക്കേറ്റർ വരും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. നടുക്കൊരു സ്വിച്ച് ഉണ്ട് അതിനകത്ത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വെച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പോകും. പിന്നെ BMS ഓഫ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം അതിൻ്റെ സ്വിച്ച് മാത്രം ഒരു പ്രത്യേക രീതിയിലുള്ള ഓൺ ഓഫ് സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത് BMSൻ്റെ, കാരണം പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ വാരിയർ എന്ന് പറയുന്ന ആ ഒരു ഇൻവെർട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുള്ളത്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഇൻവെർട്ടർ എത്ര മണിക്കൂർ റൺ ചെയ്യുന്നു, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് റീഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ സെപ്പറേറ്റ് ഒരു MPPT വെച്ച് സോളാറിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പകരമുള്ള കറണ്ട് ചാർജൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം കുറയ്ക്കുവാനായിട്ട് സാധിക്കും. 3 കിലോവാട്ടാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വെള്ളം അടിക്കുന്ന മോട്ടറുകളോ മിക്സി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പാരലിനോട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ നല്ലതാണ്. ജസ്റ്റ് ഇത് ചാലുവാക്കിയതേ ഉള്ളൂ. 47 സെക്കൻഡ് 49 സെക്കൻഡ് നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കും ഡിസ്പ്ലേയിൽ. കാരണം അധിക സമയം ആയിട്ടില്ല എന്നുള്ളത് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതുപോലെ തിരുവനന്തപുരത്താണ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്കൊക്കെ നമ്മളോട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് വേണ്ട നിർദ്ദേശങ്ങളും ഇതുപോലെ സിസ്റ്റങ്ങൾ കിട്ടുന്ന സ്ഥലമോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് തരേണ്ടതോ എങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്കതിനകത്തൊരു മറുപടി പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വാരിയറിൻ്റെ 1 കിലോവാട്ട് മുതൽ 10 കിലോവാട്ട് വരെയുള്ള പോർട്ടബിൾ ഇൻവെർട്ടർ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് കണ്ടോ, ഈ ഫോട്ടോയിൽ കാണുന്ന കണക്കാണ് നിങ്ങൾക്ക് ടവർ കണക്കാണ് നിങ്ങളുടെ ഇൻവെർട്ടറുകൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള ഇൻവെർട്ടേഴ്സ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി.